ഹലോ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി കിടക്കുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അത്രയും ഒരു ഡിഫിക്കൽട്ടി വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തലവേദനയായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ പേനയും പേപ്പറൊക്കെ എടുത്തല്ലോ, അപ്പോൾ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ദിവസം വായിക്കും. 2 pith balls carrying equal charges are suspended from a common point by strings of equal length. Equilibrium separation between them is R. പിത്ത് ബോൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ബോളിനെ പറയുന്ന പേരാണ് പിത്ത് ബോൾ. അപ്പോൾ നമുക്കൊരു പിക്ചർ വരയ്ക്കാം. എല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ. 2 സ്ട്രിങ്സ്, ഓക്കെ. ഇപ്പോൾ 2 സ്ട്രിങ്സ്, സ്ട്രിങ്ങിൻ്റെ എൻഡിൽ പിത്ത് ബോൾസ്, ഓക്കെ. ഇപ്പോൾ ഒരു ബോൾ, അടുത്ത ബോൾ, ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഇവിടുന്ന് താഴേക്കൊരു വെർട്ടിക്കൽ ലൈനൊക്കെ ചുമ്മാതെ വരച്ചിട്ടേക്കാം, ഓക്കെ. അവിടെ ഇരുന്നോട്ടെ. ഇനി ഈ ബോളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ് അല്ലേ. വെയിറ്റ് mg ആണ്, നമുക്ക് മനസ്സിലാവും. വെയിറ്റ് mg ആണ്, ഓക്കെ. ഇനി ഈ 2 പിത്ത് ബോളും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് R ആണ്. ഈ ദൂരം നമുക്ക് R എന്ന് വിളിക്കാം, ഓക്കെ. ഇനി ലെഫ്റ്റിലിരിക്കുന്ന ബോൾ റൈറ്റിലിരിക്കുന്ന ബോളിനെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ റിപ്പൽ ചെയ്യും. ഇപ്പോൾ ഈ ഡയറക്ഷനിൽ റിപ്പൽ ചെയ്യും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് ആണ്. വെയിറ്റ് mg ആണ്. ഇത് റിപ്പൽസീവ് ഫോഴ്സ് ആണ്. നമുക്ക് ഈ ആംഗിൾ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ബുദ്ധിമുട്ടില്ല. ഈ സെപ്പറേഷൻ R എന്ന് വിളിക്കാം. ഇനി നമുക്ക് ഈ കയറിലുണ്ടാകുന്ന സ്ട്രിങ്ങിലുണ്ടാകുന്ന ടെൻഷൻ T എന്ന് എടുക്കാം. ഇനി T റിസോൾവ് ചെയ്താൽ നമുക്ക് ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ മേലോട്ട് കിട്ടും. ഇതേ സംഭവം നമ്മൾ കുറേ നേരമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഒരു കമ്പോണൻ്റാണ്. അടുത്ത കമ്പോണൻ്റ് ഇങ്ങനെ കിട്ടും. ഈ ആംഗിളും തീറ്റ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് T കോസ് തീറ്റ ആയിരിക്കും. നമുക്ക് അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതെന്ന് പറയുന്നത് T സൈൻ തീറ്റ ആയിരിക്കും, ഓക്കെ. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം എന്തൊക്കെ എന്തിനെ ബാലൻസ് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് പറയാം T കോസ് തീറ്റ എന്തിനെ ബാലൻസ് ചെയ്യും? mgയെ ബാലൻസ് ചെയ്യും, ആണല്ലോ. ഇനി T സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തിനെ ബാലൻസ് ചെയ്യുമെന്ന് പറയുക? T സൈൻ തീറ്റ എന്ന് പറയുന്നത് എഫിനെ ബാലൻസ് ചെയ്യും, സംശയമൊന്നുമില്ല. 2 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻസ് തമ്മിൽ അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്തായി? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു f/mg എന്നായി. കുഴപ്പമില്ലല്ലോ. ഇനി ടാൻ തീറ്റ എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും ആണോ എന്ന് പറയുക. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇത് അങ്ങ് താഴെ വരെ കൊണ്ടുപോയാൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും? ഈ ദൂരം എന്ന് പറയുന്നത് r/2 അല്ലേ? r/2 ആണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? ഈ ഹൈറ്റ് എന്ന് പറയുന്നത് y ആണ്. സൈൻ തീറ്റ എന്നുള്ള രീതിയിൽ എഴുതാം. ഇപ്പോൾ തൽക്കാലം ഞാൻ സ്ട്രൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറയൂ r/2y എന്നാണ്. ഇനി നിങ്ങൾ ഈ ഇക്വേഷനും കൂടെ ഒന്ന് നോക്കൂ. 2ൻ്റെ LHS സെയിം ആണ്. അപ്പോൾ RHS ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? f ഡിവൈഡഡ് ബൈ mg ഈസ് ഈക്വൽ ടു r ഡിവൈഡഡ് ബൈ 2y എന്നാണ്, ഓക്കെ. ഇത്രയും ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടായില്ല. ഇനി ഞാൻ ചെയ്യുന്നത് നമുക്ക് ഈ എഫിൻ്റെ വാല്യൂ ഇടാം. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ബോളും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ്. അതെന്താണ്? 1/4πε0. ഞാൻ k എന്ന് എഴുതിക്കോട്ടെ. 1/4πε0 q1 q2 രണ്ടും q. അപ്പോൾ q² ഡിവൈഡഡ് ബൈ r² എന്നാണ്. എഫിൻ്റെ വാല്യൂ ഇട്ടു. mg അതുപോലെ എഴുതി ഈക്വൽ ടു r ഡിവൈഡഡ് ബൈ 2y എന്നാണ്, ഓക്കെ. ഇനി ഈ r² എടുത്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പോൾ എന്തായി? kq² ഡിവൈഡഡ് ബൈ mg ഈക്വൽ ടു r³ ഡിവൈഡഡ് ബൈ 2y എന്നായി. അല്ലെങ്കിൽ ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമുക്ക് ഈ ഒയ്യെ കൂടെ എടുത്തിട്ട് ഇതാ ഇവിടെ വയ്ക്കാം, ഓക്കെ. എന്നിട്ട് അപ്പോൾ എങ്ങനെയായി? ഇങ്ങോട്ട് എഴുതാം. y kq² ഡിവൈഡ് ബൈ mg ഈസ് ഈക്വൽ ടു
ആർ ക്യൂബ് ഡിവൈഡ് ബൈ 2y എന്നാണ്. ആർ ക്യൂബ് ഡിവൈഡ് ബൈ 2 എന്നാണ്. 2 അല്ലേ ഉള്ളൂ, y ഇല്ലല്ലോ. അപ്പോൾ ആർ ക്യൂബ് ഡിവൈഡ് ബൈ 2 ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഞാനിവിടെ ചോദിക്കുന്നതിൻ്റെ ആൻസർ പറയാം. ഇവിടുത്തെ കേസിൽ ക്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്, എമ്മും ജിയും കോൺസ്റ്റൻ്റ് ആണ്, കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റൗണ്ടിൽ കിടക്കുന്ന എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി അടുത്ത് ഇത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് എഴുതാൻ പറ്റുന്ന കാര്യം y പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നാണ് എനിക്ക് ഈ പിക്ചർ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. ഇതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന കേസ്. ഇനി സെക്കൻഡ് പിക്ചർ നോക്കൂ. നമ്മൾ ഇതേ ബോളിനെ ഈ y/2 ഹൈറ്റിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇത്രയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് y ആണ്. അപ്പോൾ അതിൻ്റെ പകുതി കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ സസ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ ആർ എന്നാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ആർ ഡാഷ് എന്നാണ് എടുക്കേണ്ടത്, ആർ അല്ല ആർ ഡാഷ് ആണ്. അപ്പോൾ ഈ ആർ ഡാഷിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് പുതിയ പിക്ചർ. ഈ പുതിയ പിക്ചർ അനുസരിച്ച് വാട്ട് ഈസ് ആർ ഡാഷ്. അപ്പോൾ ഈ പുതിയ പിക്ചറിൽ നിങ്ങൾ ഇവിടെ നോക്കൂ. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കിവിടെ പുതിയ പിക്ചർ അനുസരിച്ച് ഇതേ പ്രോസസ്സ് നമ്മൾ ചെയ്താൽ നമുക്ക് അവിടെ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ? y/2 അല്ലേ, y/2 അല്ലേ മക്കളെ, പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നല്ലേ നമുക്ക് വരാൻ ചാൻസ് ഉള്ളൂ, ആർ ഡാഷ് ക്യൂബ് എന്നല്ലേ നമുക്ക് വരാൻ ചാൻസ് ഉള്ളൂ. ആ പിക്ചർ കാണുമ്പോഴത്തേക്ക് അങ്ങനെയാണ്. അതിനകത്ത് കൂടുതൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ. ഇക്വേഷൻസ് തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. പറയും 2 ഡിവൈഡഡ് ബൈ 1 ഒന്ന് ചെയ്ത് നോക്കിയേ. അപ്പോൾ y/2 ഡിവൈഡഡ് ബൈ y ഈസ് ഈക്വൽ ടു എത്ര വരും? ആർ ഡാഷ് ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇത് വെട്ടിപ്പോയിട്ട് 1/2 എന്നായി. അപ്പോൾ 1/2 ഈക്വൽ ടു ഇതിന് നമുക്ക് ആർ ഡാഷ് ബൈ ആർ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് ബൈ ആർ എത്ര വരും എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 1/2 അല്ലേ, ക്യൂബ് റൂട്ട് ഓഫ് 1/2. ഇനി നമുക്കിവിടെ നിന്ന് വേണ്ടത് ആർ ഏതാണ്? ആർ ഡാഷ് ആണ്. ഇതിനെ ക്രോസ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായി? ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 1/2 എന്നായി. ഓക്കെ, ഇങ്ങനൊരു ചോയ്സ് അവിടെ ഉണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കണം. ഇങ്ങനൊരു ചോയ്സ് ഉണ്ടോ? ക്യൂബ് റൂട്ട് ഓഫ് 1/2 ഉണ്ടോ നോക്കൂ. ആർ ഡാഷ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1/2 റൈസ് ടു 1/3 ഉണ്ടോ? ചോയ്സ് സെക്കൻഡ് ചോയ്സ് ഇതാണോ? എന്തെങ്കിലും തോന്നുന്നത്, ഏതെങ്കിലും ചോയ്സ് ഇതിൻ്റെ ആൻസറായിട്ട് തോന്നുന്നതേ ഇല്ല അല്ലേ? നമുക്ക് നോക്കാടെ സെക്കൻഡ് ചോയ്സ് ഒന്ന് നോക്കിയേ. ഈ ചോയ്സിനെ നോക്കിയാണ്. ഈ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് ആർ ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 2 എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ, ക്യൂബ് റൂട്ട് ഓഫ് 2 എന്നാണ്. അപ്പോൾ ആർ ഇൻറ്റു 1 ക്യൂബ് റൂട്ട് ഓഫ് 2 എന്നാണ് കിടക്കുന്നത് ആണോ? അപ്പോൾ ഇത് കണ്ടിട്ട് വല്ലതും തോന്നുന്നോ? ഒരു കാര്യം കൂടി ചെയ്യാം. 1 ഇതിനെ ആർ ഇൻറ്റു ശ്രദ്ധിക്കുക, ഒറ്റ ക്യൂബ് റൂട്ടിൻ്റെ അകത്ത് ഞാൻ ചെയ്യാൻ പോവാണ്. നോക്കൂ, ഒറ്റ ക്യൂബ് റൂട്ടിൻ്റെ അകത്ത് 1/2 എന്ന് എഴുതിക്കൂടെ? രണ്ടും ഒന്ന് തന്നെയല്ലേ. ഇനി അടുത്ത് അപ്പോൾ ആർ ഇപ്പം എന്തെങ്കിലും തോന്നുന്നോ? ആർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 1/2 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. ആൻസറായില്ലേ? പ്രയാസം തോന്നിയാ? ഇത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നേ, ആർ ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 1/2. ഓക്കെ, അപ്പോൾ ഞാനിത് സ്റ്റാർട്ടിങ് ഔട്ട് ഒന്നും കൂടെ റൈസ് ചെയ്ത് കളഞ്ഞിട്ട് പറയാം. നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ചു എന്ന് തോന്നുന്നു. ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചാണ്. ഒന്നുമില്ല, നമ്മുടെ ഇവിടെ 2 ബോൾസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്യാം. ഓക്കെ, 2 ബോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് 2 ബോൾ. 2 ബോളും തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? 6 ആണ്. ഇനി ഈ ബോളിൻ്റെ വെയിറ്റ് എത്രയാണ്? mg ആണ്. ഓക്കെ, ഇനി സ്ട്രിങ്ങിലുണ്ടാകുന്ന ടെൻഷൻ T ആണ്. ഇവിടെ നമുക്കിങ്ങനെ താഴോട്ട് ഇങ്ങനെ വരച്ച് വയ്ക്കാം. ഓക്കെ, താഴോട്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കാം. ഈ ആംഗിൾ തീറ്റയാണ്. ആണെങ്കിൽ T റിസോൾവ് ചെയ്ത 2 കമ്പോണൻറ്റ് കിട്ടും. ഒന്ന് ഇങ്ങനെയും കിട്ടും, ഒന്ന് ഇങ്ങനെയും കിട്ടും. ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് T കോസ് തീറ്റയാണ്. T കോസ് തീറ്റ. ഇതെന്ന് പറയുന്നത് T സൈൻ തീറ്റയാണ്. ഇനി 2 ബോളും തമ്മിൽ റിപ്പൽ ചെയ്യും. ഫസ്റ്റ് ലെഫ്റ്റിലിരിക്കുന്ന ബോൾ റൈറ്റിലിരിക്കുന്ന ബോളിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇത് റിപ്പൾസീവ് ഫോഴ്സാണ് F. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഏതൊക്കെയാണ് ബാലൻസ് ചെയ്യുന്നത് നമുക്കറിയാം. T
സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ്. അടുത്ത് ടി കോസീറ്റ എന്ന് പറയുന്നത് എന്താണ്? എം ജി ആണ്. നമുക്കറിയാമെന്നുള്ള കേസുകൾ. ഇനി നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് ബൈ എം ജി എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 അവിടെ ഇരിക്കട്ടെ. ഇനി ആ പിക്ചറിൽ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ വേറെ വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടോ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടുന്ന് ഇതുവരെയുള്ള ദൂരം r/2 അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, അപ്പോൾ r/2 ഡിവൈഡഡ് ബൈ ഈ സൈഡ് എന്ന് പറയുന്നത് y അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ y. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു r/2y എന്ന് കിട്ടുമല്ലോ. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെ LHS സെയിം ആണ്. അപ്പോൾ RHS ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായി? r/2y ഈസ് ഈക്വൽ ടു എഫ് ബൈ എം ജി എന്നാണ്. ഓക്കെ, അപ്പോൾ r/2y ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എഫ് എന്താണെന്ന് പറയുന്നത്? രണ്ട് ബോളും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് പറ. 1/4πε0 q1 q2/r². 1/4πε0 q3/r². അപ്പോൾ 1/4πε0 q എന്ന് പറഞ്ഞാൽ q²/r². ഇനി എം ജി ആസ് എച്ച്. ഇനി നമുക്ക് ഈ r² ഇവിടെ കയറ്റാം. ഈ ഒയ്യെ ക്രോസ് ചെയ്ത് ഇവിടെ വയ്ക്കാം. അപ്പോൾ r³ ഡിവൈഡഡ് ബൈ 2 മാത്രം ഇവിടെ ഉണ്ട് ഇസ് ഈക്വൽ ടു പെട്ടെന്ന് പറയണം kq² ഒയ് അവിടെ മേലെ ഒന്നല്ലേ ഡിവൈഡ് ബൈ എം ജി എന്നായി. ഇതിനകത്ത് 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്, k ഒരു കോൺസ്റ്റൻ്റ് ആണ്, q² കോൺസ്റ്റൻ്റ് ആണ് ഇവിടുത്തെ കേസിൽ, എം ജിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ r³ പ്രൊപ്പോർഷണൽ ടു ഒയ് എന്നൊരു റിലേഷൻ നമുക്കിവിടെ കിട്ടി. അവിടെ ഇരിക്കട്ടെ, ഒരു ഇക്വേഷനായി. ഓക്കെ, ഇനി ഇതേപോലെ സെക്കൻഡ് പിക്ചർ നോക്കുക. സെക്കൻഡ് പിക്ചറിൽ നമുക്ക് ഈ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഒയ് ആണ്. കറക്റ്റ് മിഡിലിൽ നിന്നാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ദൂരം എന്ന് പറയുന്നത് y/2 ആണ്. ഇനി ഇവിടെ ഇവർ തമ്മിൽ ഈ ബോൾസ് തമ്മിലുള്ള സെപ്പറേഷൻ ഇപ്പം മാറിക്കാണും. അത് r' ആണ്. ഈ r' എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് അത് 6 എന്നാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ r' എത്രയെന്നാണ്. ഓക്കെ, വാട്ട് ഈസ് r'? ഇപ്പോൾ ഈ നേരത്തെയുള്ള കേസ് ഈ കേസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഈ ഒയ് എന്ന ലെങ്തിൻ്റെ കറക്റ്റ് മിഡ് വേയിലാണ്. ഇനി ഇപ്പോഴുള്ള ഈ r' എത്ര വരും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനെ നമ്മൾ ഇതുപോലെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? r' അല്ലേ ക്യൂബ് പ്രൊപ്പോർഷൻ അവിടുത്തെ ഒയ് എന്ന് പറയുന്നത് കിട്ടത്തില്ല, y/2 എന്നാണ് കിട്ടുന്നത്. അത്ഭുത സംഭവമൊന്നുമല്ല. 2നെ നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം, പക്ഷേ നമ്മൾക്ക് ആ ഹൈറ്റ് നമുക്കിപ്പോൾ തൽക്കാലം y/2 എന്ന് എടുക്കുക എന്ന് വരത്തുള്ളൂ. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടും. ഇനി നിങ്ങൾ തന്നെ നോക്കൂ, ഈ രണ്ടെണ്ണം തമ്മിൽ ഡിവൈഡ് ചെയ്യാം. നമുക്ക് സെക്കൻഡിനെ ഫസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. r' ഡിവൈഡഡ് ബൈ r³ ഈസ് ഈക്വൽ ടു y/2 ഡിവൈഡഡ് ബൈ y എന്നാണ്. അപ്പോൾ അല്ലെങ്കിൽ r' ഡിവൈഡഡ് ബൈ r ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് r/r' എന്ത് വരും? വാട്ട് ഈസ് r' ബൈ r'? r' ബൈ r എന്ത് വരും? ക്യൂബ് റൂട്ട് ഓഫ് 1/2 എന്ന് വരും അല്ലേ? ഇനി പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി സന്തോഷിപ്പിക്കാൻ ഞാൻ r' ബൈ r ഈസ് ഈക്വൽ ടു 1ൻ്റെ ക്യൂബ് റൂട്ട് എത്ര തന്നെ? 1 ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 2. ഇനി ക്രോസ് ചെയ്യും. ഇനിയിപ്പോൾ ഡയറക്റ്റ് ആൻസർ കിട്ടിക്കോളും. r' ഈക്വൽ ടു r ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 2 ഉണ്ടോ എന്ന് നോക്കൂ. അപ്പോൾ r' എത്ര എന്നല്ലേ ക്വസ്റ്റ്യൻ? r ഡിവൈഡഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 2 ഉണ്ടല്ലോ. ചോയ്സ് ബി കിട്ടിയില്ലേ? ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? അതൊന്ന് സൂക്ഷിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇവിടെ y/2 എന്ന് തന്നെ ഇട്ട് ചെയ്തോളണം, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The force of repulsion between 2 electrons at a certain distance is F. The force between 2 protons separated by the same distance is. ഒന്നുമില്ല, 2 ഇലക്ട്രോൺസ് ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. രണ്ടും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് F ഈസ് ഈക്വൽ ടു 1/4πε0 q1 q2/r² എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ F ആണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇതേപോലെ 2 പ്രോട്ടോൺസ് ഇരിക്കുന്നു സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ വാട്ട് ഈസ് എ ഫോഴ്സ്? F' എന്ന് വിളിക്കാം. F' ഈസ് ഈക്വൽ ടു k q1 q2 സെയിം ചാർജ് ആണ്. 1.6 × 10⁻⁹ ഇത് ഏതിൻ്റെ ആൻസർ തന്നെ? എഫിൻ്റെ ആൻസർ തന്നെ. സോ ആൻസർ ഈസ് ഏത്? ബി. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? സ്ട്രൈറ്റ് ക്വസ്റ്റൻ അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ? ആൻസർ ഈസ് ബി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ
വായിച്ചു നോക്കൂ. വാട്ട് ഈസ് എ ഫ്ലക്സ് എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ എ ക്യൂബ് ഓഫ് സൈഡ് എ ഇഫ് എ പോയിന്റ് ചാർജ് ക്യൂ ഈസ് അറ്റ് വൺ കോർണർ. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യനാണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട, ഇത് നമ്മൾ പഠിപ്പിച്ചതാണ്. വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ ദ ക്യൂബ് ഓഫ് സൈഡ് എ ഇഫ് പോയിന്റ് ചാർജ് ഈസ് അറ്റ് വൺ കോർണർ? ആൻസർ 1/8 ഇൻറ്റു Q/ε0. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ.